ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ParuzzPlanet. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമയം ഒന്നും ഇല്ലാണ്ട് എടുത്ത ചിക്കനാണ്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നീട് അരമുറി നാരങ്ങയുടെ നീര് കുരു വീഴാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഈ അരിപ്പൊടിയും കോൺഫ്ലോറും ഒക്കെ ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നീട് ചില്ലി ഫ്ലേക്സ് ആണ്, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പരളുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കവർ ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വച്ചതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു 2 മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹാഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും ഇളക്കരുത്. ഫസ്റ്റിൽ തന്നെ ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന്
തിരിച്ചിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏറെ എണ്ണ ഒഴിച്ചാണ് വറുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുങ്ങിക്കിടക്കുന്ന പോലെ എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടല്ല ഫ്രൈ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഒരുപാടങ്ങ് മൊരിയേണ്ട. ഒരുപാട് മൊരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ജ്യൂസി ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ വിട്ട് വരില്ലേ, ആ ഒരു രീതിയിൽ ആയി കഴിയുന്നുണ്ടേ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചപ്പോൾ തന്നെ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചിക്കനെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ചെറിയ മസാലയുടെ പൊടികളൊക്കെ ഉണ്ട്, അതും കൂടി നമുക്ക് കോരിയെടുക്കാം. പിന്നീട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി നമ്മൾ ആ ചിക്കൻ്റെ മസാലയില്ലേ അതിലൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് ഇതും കൂടി ഒന്ന് വറുത്ത് കോരി ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ചിക്കൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെയാണ്. അപ്പോൾ അതും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.